ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിയാക്ടിന് ഒരു മിനി പ്രൊജക്റ്റ് ആണ് ചെയ്യുന്നത്. റിയാക്ടിന്റെ ഇന്റർവ്യൂ ക്വസ്റ്റൻ ഒക്കെ റെഫർ ചെയ്യുന്നവർക്കറിയാം, നമുക്ക് ടെക്നിക്കൽ സെഷൻ വരുന്ന സമയത്ത് അവർ ഇംപ്ലിമെന്റേഷൻ ക്വസ്റ്റ്യൻസ് തരുമല്ലോ. അതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. അതായത് ടേബിൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നോട്ട്സ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യണം. അപ്പൊ ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. അതായത് നമ്മൾ ഇതുപോലെ നോട്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ നോട്ട്സ് എങ്ങനെയാണ് നമ്മൾ ഈ ഇന്റർഫേസിൽ കാണുന്നത് പോലെ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുന്നതാണ്. ഞാൻ ചെയ്തിരിക്കുന്നത് സ്റ്റാറ്റിക് നോട്ട്സ് ആണ് കേട്ടോ. അതായത് അറേസിൽ കുറച്ച് നോട്ട്സും അതിന്റെ പൊസിഷനും സേവ് ചെയ്തിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതുപോലെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടി ഇംപ്രൂവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലോക്കൽ സ്റ്റോറേജിലോ ഡാറ്റാബേസിലോ നമ്മളിപ്പോൾ വൺസ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പൊസിഷൻ അതിന്റെ ആ ചേഞ്ച്ഡ് പൊസിഷൻ സേവ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ടൈം ഇത് റീലോഡ് ചെയ്യുമ്പോൾ ലാസ്റ്റ് നമ്മൾ ഏത് പൊസിഷനിലാണോ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ആ പൊസിഷനെ ബേസ് ചെയ്തിട്ട് വരും. ഇത് ഞാൻ ചെയ്യുന്നില്ല. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും ബേസിക് ആയിട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഫംഗ്ഷനാലിറ്റി മാത്രമേ ചെക്ക് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ എക്സ്റ്റേണൽ പാക്കേജസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇപ്പൊ റിയാക്ടിൽ ഇതുപോലെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്റ്റേണൽ പാക്കേജസ് അവൈലബിൾ ആണ്. ഇപ്പൊ റിയാക്ട് DND, അതുപോലെ റിയാക്ട് ബ്യൂട്ടിഫുൾ DND, റിയാക്ട് ഡ്രാഗബിൾ, റിയാക്ട് മൂവബിൾ, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ ഇന്നത്തെ ഇതൊന്നും യൂസ് ചെയ്യാതെ സിമ്പിൾ ആയിട്ടുള്ള ജാവാസ്ക്രിപ്റ്റും റിയാക്ട് JS മാത്രം യൂസ് ചെയ്തിട്ട്, അതുപോലെ CSS മാത്രം യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡ്രാഗബിൾ നോട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒട്ടും താമസിക്കാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നിങ്ങൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ വെബ് ഡെവലപ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എസ്പെഷ്യലി റിയാക്ട് JS, നോട്ട് JS, എക്സ്പ്രസ് JS റിലേറ്റഡ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസും പ്രൊജക്ട്സും ആണ് നമ്മുടെ ചാനലിൽ ഹാൻഡിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് VS Code എഡിറ്റർ ആണ്. ഓൾറെഡി റിയാക്ട് ഡ്രാഗ് ഡോട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യണം. അതായത് റിയാക്ട് ആപ്പ് ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ വൈറ്റ് യൂസ് ചെയ്തിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കമാൻഡ് നിങ്ങൾക്ക് അറിയാലോ, npm സ്പേസ് ക്രിയേറ്റ് വൈറ്റഡ് ലേറ്റസ്റ്റ്, എൻ്റർ കൊടുക്കുക. പ്രൊജക്ട് നെയിം ചോദിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ഓൾറെഡി ഉള്ള പ്രൊജക്ട് നെയിം തന്നെ യൂസ് ചെയ്താൽ മതി. സോ ഞാൻ ഡോട്ട് അടിച്ച് എൻ്റർ അടിക്കുന്നു. പാക്കേജ് നെയിം, നെക്സ്റ്റ് നമ്മൾ ലൈബ്രറി ചൂസ് ചെയ്യുന്നു. നമ്മുടെ റിയാക്ട് ആണ്. അതുപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റ് ചൂസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിപ്പെൻഡൻസീസ് ഇൻസ്റ്റാൾ ചെയ്യണം. സോ npm സ്പേസ് ഇൻസ്റ്റാൾ കൊടുത്തിട്ട് ഡിപ്പെൻഡൻസീസ് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ സോഴ്സ് ഫോൾഡറിന്റെ അണ്ടറിൽ ഒരു കോമ്പോണന്റ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുവാണ്. ഇവിടെയാണ് നമ്മൾ നോട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ആവശ്യമുള്ള ഫയൽസ് ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് എനിക്ക് നോട്ട് കോമ്പോണന്റ് വരാൻ വേണ്ടിയിട്ട് node.jxs എന്ന് പറഞ്ഞ ഫയലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തത് ആ എൻ്റയർ ബോർഡ് വരാൻ വേണ്ടിയിട്ട് node.board.jxs എന്നാണ് ആ ഫയൽ നെയിം കൊടുക്കുന്നത്. ഇനി ഫൈനലി ഒരു CSS ഫയലും കൂടെ ക്രിയേറ്റ് ചെയ്യുവാണ്. node.css എന്നാണ് ഫയൽ നെയിം കൊടുക്കുന്നത്. ഇത്രയും ഫയൽസ് ആണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മുടെ പ്രൊജക്ട് ഒന്ന് ക്ലീൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് എഗെയിൻ നമ്മുടെ app.index.css ഫയൽ ഞാൻ റിമൂവ് ചെയ്യും. ഫയലിന്റെ കണ്ടന്റ് ഞാൻ റിമൂവ് ചെയ്യാണ്. അതുപോലെ app.css ഫയലും റിമൂവ് ചെയ്യുന്നു. app.jxs ഫയലിൽ വന്നിട്ട് എൻ്റയർ കണ്ടന്റ് റിമൂവ് ചെയ്തിട്ട് RAFC സ്നിപ്പറ്റ് യൂസ് ചെയ്തിട്ട് ഒരു സിമ്പിൾ app.jxs കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി ഇവിടുന്ന് നമ്മൾ നമ്മുടെ നോട്ട് ബോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പോണന്റിനെയും കൂടെ ഇമ്പോർട്ട് ചെയ്യണം. ഫ്രം .components/nodeboard എന്ത് ചെയ്യാം, ഈ നോട്ട് ബോർഡ് കോമ്പോണന്റിനെ ഇവിടെ കോൾ ചെയ്യാം. അപ്പൊ app.jx കഴിഞ്ഞു. നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നോട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഡിവിഷനിലൊരു കണ്ടന്റ് ഉണ്ട്. എന്നിട്ട് നമ്മുടെ പ്രൊജക്ട് റൺ ചെയ്യാം. റൺ ചെയ്യുന്ന കമാൻഡ് നിങ്ങൾക്ക് അറിയാലോ, npm run dev, എൻ്റർ അടിക്കുക. ഞാൻ ഈ noteboard.jxs ഫയലിലെ അവിടെയും കൂടെ കോഡ് സ്നിപ്പറ്റ് കൊടുക്കുവാണ്, അല്ലെങ്കിൽ എനിക്ക് എറർ അടിക്കും. കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യുന്നു, ബേസിക് കോമ്പോണന്റ്. ഇനി നമ്മുടെ ഇവിടെ ഒന്ന് റിഫ്രഷ് ചെയ്യുമ്പോൾ ആ നോട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു ടെക്സ്റ്റ് വന്നു. നമുക്ക് അതിന്റെ ആവശ്യമില്ല, നമ്മൾ ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തതല്ലേ. സോ ഇത് റിമൂവ് ചെയ്യാം. app.js ഫയൽ ഞാൻ ക്ലോസ് ചെയ്യുന്നു.
ഇനി നമുക്ക് ഡിസൈൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ നോട്ട് ബോഡിയിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ഒരു അരേ ക്രിയേറ്റ് ചെയ്യും. ഒരു സ്റ്റാറ്റിക് അരയാണ്. അതിൽ ഓരോ നോട്ടിന്റെയും ഐഡിയും അതിന്റെ കണ്ടന്റും എക്സും വൈയും പൊസിഷനും സെറ്റ് ചെയ്തിട്ടുണ്ടാവണം. അപ്പൊ ഞാൻ ഫസ്റ്റ് ഓൾറെഡി ഞാൻ ഈ അരേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് അതിന്റെ കണ്ടന്റ് ഞാൻ എഡിറ്ററിൽ കാണിച്ചു തരാം. സോ ഫസ്റ്റ് അതൊന്ന് ഇനിഷ്യലൈസ് ചെയ്യുവാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിന് യൂസ് സ്റ്റേറ്റ് ഹുക്ക് വേണം. സോ ഞാൻ യൂസ് സ്റ്റേറ്റ് ഹുക്കിനെ ഇമ്പോർട്ട് ചെയ്യുവാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരു CSS ഫയല് ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ, അതിനെയും കൂടെ ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്യുവാണ്. ഫൈനലി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നോട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ത് കോമ്പോണന്റ് ആണെന്ന് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് അതിനെ ഒന്ന് ഇമ്പോർട്ട് ചെയ്യുവാണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ അരേ. ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ID ഉണ്ട്, അതുപോലെ തന്നെ ഒരു കണ്ടന്റ്. ഇവിടെ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ആട്ടോ കൊടുത്തിരിക്കുന്നത്. ഓരോരുത്തർ പറഞ്ഞ ഒരു കോഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അവരുടെ നെയിമും കൊടുത്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് നോട്ടിന്റെ എക്സും വൈയും ആക്സസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. 50 പിക്സൽ ആണ് രണ്ടും സെറ്റ് ചെയ്തിരിക്കുന്നത്. എഗെയിൻ സെക്കൻഡ് നോട്ടിന്റെയും ഇതുപോലെ തന്നെ ഐഡിയും കണ്ടന്റും XY പൊസിഷനും ഫൈനലിന്റെയും അതുപോലെ തന്നെ ഇപ്പൊ 50, 150, 250 പിക്സൽ ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നോർമൽ അറേ ഓഫ് ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇനി റെൻഡർ ചെയ്യാൻ പോകുന്നത്. നമുക്കിനി നെക്സ്റ്റ് എനിക്ക് ഒരു സ്റ്റേറ്റ് പ്രോപ്പർട്ടി വേണം, നോട്ട്സ് എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യണമല്ലോ, എക്സും വൈയും പൊസിഷൻ ചേഞ്ച് ചെയ്യണം. സോ ഞാൻ നോട്ട്സ് എന്നാണ് പ്രോപ്പർട്ടി നെയിം കൊടുക്കുന്നത്. അതിന്റെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ നെയിം സെറ്റ് നോട്ട്സ് എന്ന് കൊടുക്കുന്നു. യൂസ് സ്റ്റേറ്റ് ഹുക്കിനെ കോൾ ചെയ്തിട്ട് ഇതിന്റെ ഇനിഷ്യൽ വാല്യൂ ആയിട്ട് എന്റെ ഇനിഷ്യൽ നോട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു അരയിലെ പാസ് ചെയ്ത് കൊടുക്കുന്നു. സോ നമുക്ക് നോട്ട് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാ, ഇതിനെ റെൻഡർ ചെയ്യാം. അപ്പൊ ഞാൻ JXSന്റെ പോർഷനിൽ വരുവാണ്. നോട്ട്സ് എന്നാണ് നമ്മുടെ സ്റ്റേറ്റ് പ്രോപ്പർട്ടിന്റെ നെയിം. മാപ്പ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ഓരോ നോട്ടായിട്ട് കിട്ടും. ഇനി എന്ത് ചെയ്യണം, ഈ ഓരോ നോട്ടിനെയായിട്ട് നമ്മൾ റെൻഡർ ചെയ്യണം. അപ്പൊ നോട്ടിനെ റെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് node.jxs എന്ന് പറഞ്ഞിട്ട് ഒരു കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ആ കോമ്പോണന്റിനെ കോൾ ചെയ്യുന്നു. ഇനി അതിന്റെ കീ ആയിട്ട് നോട്ട്, ഞാൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ് കേർലി ബ്രേസ് കൊടുത്താണ്, node.id സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ രണ്ട് പ്രോപ്പർട്ടീസും കൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഒന്ന് എൻറ്റയർ നോട്ട് ഒബ്ജക്റ്റിനെ പാസ് ചെയ്യുന്നു. രണ്ടാമത്തത് നമ്മൾ എൻഡ് ചെയ്യുമ്പോൾ, അതായത് ഡ്രാഗ് ചെയ്ത് ഇത് ഡ്രോപ്പ് ചെയ്ത് കഴിയുമ്പോൾ, നമ്മൾ മൗസ് റിലീസ് ചെയ്ത് കഴിയുമ്പോൾ ആ പൊസിഷനിൽ ഇത് വന്ന് നിൽക്കണമല്ലോ. പൊസിഷനിൽ ഇത് വന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ സ്റ്റേറ്റ് പ്രോപ്പർട്ടീസ് എല്ലാം ചേഞ്ച് ചെയ്യുക. ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു എൻറ്റയർ കോമ്പോണന്റ് റീറെൻഡർ ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഓൺ ഡ്രാഗ് എൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോപ്പർട്ടിയും കൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഓൺ ഡ്രാഗ് എൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി പാസ് ചെയ്യുന്നു. ഇവിടെ ഇതൊരു ഫംഗ്ഷൻ ആണ് പാസ് ചെയ്യുന്നത്, കോൾ ബാക്ക് ഫംഗ്ഷൻ ആണ്. അതായത് ഹാൻഡിൽ ഡ്രാഗ് എൻഡ് എന്ന് പറഞ്ഞിട്ട് ഈ ഫംഗ്ഷനെ നമ്മൾ ഡിഫൈൻ ചെയ്യണം. നെക്സ്റ്റ് ഞാൻ ഈ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുവാണ്. ആരോ ഫംഗ്ഷൻ ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈക്വൽ ടു ആരോ ഫംഗ്ഷൻ. ഇനി ഇതിന്റെ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാ വരുന്നത്, ഏത് നോട്ടാണോ ഇപ്പൊ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിരിക്കുന്നത് അതിന്റെ ഐഡിയും ഇപ്പൊ സെറ്റ് ചെയ്തിരിക്കുന്ന, അതായത് അതിന്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള എക്സും വൈയും ആക്സസ് വരൂലേ. സോ നമ്മൾ എന്ത് ചെയ്യണം, ഇനി നമ്മൾ നമ്മുടെ സെറ്റ് നോട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനെ കോൾ ചെയ്തിട്ട് ഇതിന്റെ പാരാമീറ്റർ ആയിട്ട് നമുക്ക് എന്ത് കിട്ടും, പ്രീവിയസ് നോട്ട്സ് കിട്ടും അല്ലെ. പ്രീവിയസ് നോട്ട്സ്, അപ്പൊ എൻറ്റയർ നോട്ട്സിന്റെ അരേ കിട്ടും. അതിൽ കൂടെ ലൂപ്പ് ചെയ്തിട്ട് നമ്മൾ ഈ ID മാച്ച് ആവുമ്പം, അതായത് ഇപ്പൊ സെലക്ട് ചെയ്തിരിക്കുന്ന ID എത്തുമ്പോൾ ആ IDന്റെ എക്സും വൈയും ആക്സസിന്റെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഞാൻ വേരിയബിൾ നെയിം കൊടുക്കുന്നത് പ്രിവ് നോട്ട്സ് എന്നാണ്. ഇതിന്റെ അകത്ത് പ്രിവ് നോട്ടിൽ കൂടെ മാപ്പ് ചെയ്യാം. എഗെയിൻ ഓരോ നോട്ടിനെയായിട്ട് ആക്സസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം ഈ നോട്ടിന്റെ ID ഈക്വൽ ടു നമ്മൾ ഈ പാസ് ചെയ്ത് വന്നിരിക്കുന്ന നോട്ടിന്റെ ID ആണോ എന്ന്. ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, എഗെയിൻ നമ്മൾ ഈ നോട്ടിനെ, ഇതൊരു ഒബ്ജക്റ്റ് ആണല്ലോ, നമ്മൾ ബേസിക്സിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പ്രെഡ് ചെയ്തിട്ട് അതിന്റെ പ്രോപ്പർട്ടീസ് അപ്ഡേറ്റ് ചെയ്യാവുള്ളൂ. ഫസ്റ്റ് ഞാൻ നോട്ട് ഒബ്ജക്റ്റിനെ സ്പ്രെഡ് ചെയ്തിട്ട് എക്സും വൈയും ആക്സസ്
സെറ്റ് ചെയ്യുന്നു. ഇനി സപ്പോസ് ഇത് എക്സിസ്റ്റിംഗ് അല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള നോട്ട്സും അങ്ങനെ തന്നെ റിട്ടേൺ ചെയ്യുന്നു. കഴിഞ്ഞല്ലേ? ഒന്നുമില്ല, നമുക്കൊരു ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ഐഡിയും അതിന്റെ എക്സും വൈയും ആക്സസ് എത്തും, അതായത് ഒരു നോട്ട് എത്തും. അപ്പൊ ആ നോട്ട് ഇപ്പൊ നമ്മുടെ പ്രീവിയസ് നോട്ട്സ് എല്ലാം ആക്സസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഈ അപ്ഡേറ്റ് ആയിരിക്കുന്ന നോട്ടിനെ ഫെച്ച് ചെയ്യും. അതായത് ഐ ഡി മാച്ച് ആവുമ്പോൾ ആ നോട്ടിനെ സ്പ്രെഡ് ചെയ്തിട്ട് എക്സും വൈയും ആക്സസ് അപ്ഡേറ്റ് ചെയ്യും. സപ്പോസ് ഈ നോട്ട് എക്സിസ്റ്റിംഗ് അല്ല, അല്ലെങ്കിൽ ഇത് മാച്ച് ആവുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ആ നോട്ട് തന്നെ റിട്ടേൺ ചെയ്യും. സോ നമ്മുടെ ബോർഡ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ നോട്ട്സിൽ കൂടെ മാപ്പ് ചെയ്ത് നോട്ട് കോമ്പോണന്റ് കോൾ ചെയ്ത് എല്ലാ നോട്ട്സും പ്രിപ്പയർ ചെയ്തു. അതുപോലെ തന്നെ എൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്റ്റേറ്റ് പ്രോപ്പർട്ടി അപ്ഡേറ്റ് ചെയ്യാനും കൊടുത്തു. അപ്പൊ നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ നോട്ട് ക്രിയേറ്റ് ചെയ്യണം അല്ലെ. നമ്മുടെ നോട്ടിൽ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ 2 പ്രോപ്പർട്ടീസ് അവിടുന്ന് പാസ് ചെയ്തിട്ടുണ്ടല്ലോ. ഒന്ന് നോട്ടാണ്, രണ്ടാമത്തത് ഓൺ ഡ്രാഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ ആണ്. ഓൺ ഡ്രാഗ് എൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ ആണ് അല്ലെ. ഇവിടെ നമ്മൾ ഓരോ നോട്ടിനെയും ഡിസൈൻ ചെയ്യും. അതായത് നേരത്തെ നമ്മളൊരു ബോർഡാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബോർഡിൽ നിന്ന് കണ്ടന്റ് ഇവിടെ വരും. ആ കണ്ടന്റിനെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു നമ്മളെ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ കണ്ട പോലെ ഒരു സെപ്പറേറ്റ് ഡിവിഷന്റെ അകത്ത് ഓരോ നോട്ടിനെയും അതുപോലെ അതിന്റെ കണ്ടന്റും ഐക്കണും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കും. സോ ഞാൻ ആദ്യം ഇവിടെ യൂസ് റെഫറൻസ് ഹുക്ക് ഇതിന് ആവശ്യമുണ്ട്. അതായത് എന്റെ റിയാക്ടിന്റെ എലമെന്റിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. യൂസ് റെഫ് ഹുക്ക് ഒക്കെ നമ്മൾ ഓൾറെഡി ബേസിക്സിന്റെ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പം നമ്മുടെ ഡോം എലമെന്റിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണിത്. ഞാൻ ആദ്യം എനിക്കൊരു 3 റെഫറൻസസ് ആവശ്യമുണ്ട്. ഒന്നെന്ന് പറയുന്നത് കറണ്ട് ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് ഏത് നോട്ടാണോ ആ നോട്ടിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. അതിന്റെ വേരിയബിൾ നെയിം ഞാൻ കൊടുക്കുന്നത് നോട്ട് റെഫ് എന്നാണ്. ഈക്വൽ ടു യൂസ് റെഫ് ഹുക്കിനെ കോൾ ചെയ്യുന്നു. ഇനിഷ്യൽ വാല്യൂ നള്ളായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് മൗസ് മൂവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഇനിഷ്യൽ പൊസിഷൻ ഏതൊക്കെയാണെന്ന് അറിയണം. അപ്പൊ അത് സേവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 ഓഫ്സെറ്റ് വാല്യൂസിനെ സേവ് ചെയ്യുവാണ്. ഓഫ്സെറ്റ് എക്സ് റെഫ് ഈക്വൽ ടു അഗൈൻ യൂസ് റെഫ് ഹുക്ക് ഇനിഷ്യൽ വാല്യൂ 0 ആയിട്ട് സെറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ വൈ ആക്സസിന്റെ പൊസിഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ഓഫ്സെറ്റ് വാല്യൂ സേവ് ചെയ്യാണ്. ഓഫ്സെറ്റ് വൈ റെഫ് ഈക്വൽ ടു യൂസ് റെഫ് ഹുക്ക്. സപ്പോസ് നിങ്ങൾക്ക് ഈ യൂസ് റെഫ് ഹുക്ക് എന്താണെന്ന് അറിയില്ലെങ്കിൽ നമ്മുടെ ബേസിക്സ് വീഡിയോ ചെക്ക് ചെയ്താൽ മതി. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓരോ എലമെന്റിനെയും അതായത് റെഫറൻസസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് നോട്ടിനെ റെൻഡർ ചെയ്യണം. അതിന് ഞാൻ ഈ സെയിം ഡിവിഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. JXS പോർഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് റെഫറൻസ് സെറ്റ് ചെയ്യണം അല്ലെ. അപ്പൊ ഓൾറെഡി നമ്മൾ ഒരു നോട്ട് റെഫ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇതിന് അസൈൻ ചെയ്ത് കൊടുക്കുവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ CSS പോർഷൻ ചെയ്യണം. അതായത് സ്റ്റൈൽ ഈക്വൽ ടു ലെഫ്റ്റും റൈറ്റും പൊസിഷൻ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ലെഫ്റ്റ് എന്തായിരിക്കും? നമ്മൾ ഈ നോട്ട് ഒബ്ജക്റ്റിൽ ഓൾറെഡി എക്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോപ്പർട്ടി, അതായത് നമ്മളിവിടെ എക്സ് പ്രോപ്പർട്ടിയും വൈ ആക്സസും എക്സ് ആക്സസും സെറ്റ് ചെയ്തിട്ടില്ലേ, അത് കൊടുക്കുക. അതുപോലെ തന്നെ ടോപ്പും സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിന്റെ ടോപ്പ് പൊസിഷൻ എന്തായിരിക്കും? എഗെയിൻ നോട്ട് ഒബ്ജക്റ്റിൽ നിന്ന് വൈ ആക്സസിൽ എന്താണോ സെറ്റ് ചെയ്തിരിക്കുന്നത് അത് കൊടുക്കുക. ഫൈനലി നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ ഓൺ ക്ലിക്ക് ഇവന്റിനെ ചെയ്യണം. അതായത് മൗസ് ഓൺ, മൗസ് ഡൗൺ, മൗസ് ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഹാൻഡിൽ മൗസ് ഡൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യണം. ഡിവിഷന്റെ കണ്ടന്റ് കൊടുക്കാം. ആദ്യം ഞാൻ ഒരു ഐക്കൺ ആണ് കേട്ടോ, പെൻസിൽ ഐക്കൺ ആണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പെൻസിൽ ഐക്കൺ കൊടുത്തു. ഇനി ഒരു സ്പാനും കൂടെ ക്രിയേറ്റ് ചെയ്തിട്ട് കണ്ടന്റ് കൊടുക്കണം. ഫസ്റ്റ് ഞാനൊരു ബോൾഡ് ആയിട്ട് സെറ്റ് ചെയ്യുവാണ്. അതുപോലെ തന്നെ ഇതിന്റെ കണ്ടന്റ് എന്തായിരിക്കും? നോട്ടിന്റെ ഉള്ളിൽ നമ്മൾ കണ്ടന്റ് കീയിൽ എന്താണോ സെറ്റ് ചെയ്തിരിക്കുന്നത് അതായിരിക്കും. അതായത് ഈ അരേന്റെ ഉള്ളിൽ ഈ കണ്ടന്റ് എന്താണോ സെറ്റ് ചെയ്തിരിക്കുന്നത് അതായിരിക്കും ഈ വരുന്ന കണ്ടന്റ്. ഫൈനലി നമുക്ക് എന്ത് ചെയ്യണം? ഹാൻഡിൽ മൗസ് ഡൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യണം. ഇവിടെയാണ് ഇമ്പോർട്ടന്റ്. ഇവിടെയാണ് നമ്മൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഫംഗ്ഷനാലിറ്റി എഴുതുന്നത്. സോ ഫസ്റ്റ് ഇതൊരു ആരോ ഫംഗ്ഷൻ ആണ്. ഒരു ആരോ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി ഞാൻ ആദ്യം നമ്മൾ ഏത് എലമെന്റിനെയാണോ സെലക്ട് ചെയ്തിരിക്കുന്നത് അതിനെ ഒന്ന് ആക്സസ് ചെയ്യുവാണ് കേട്ടോ. അപ്പൊ നമുക്ക് നോട്ട് റെഫില് ഡോട്ട് കറന്റ് പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. എന്ത് ചെയ്യും? കറന്റ് ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന നോട്ട് ഏതാണോ അതിനെ റിട്ടേൺ ചെയ്യും.
നെക്സ്റ്റ് നമുക്ക് ഓഫ്സെറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് നമ്മുടെ ആ ഡിവിഷന്റെ ലെഫ്റ്റ് എത്രയാണോ അതിന്ന് ഇപ്പൊ നമ്മൾ മൗസ് ക്ലിക്ക് ചെയ്ത സമയത്ത് എവിടെയാണോ മൗസ് നിൽക്കുന്നത് അതും തമ്മിലുള്ള ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ഓഫ്സെറ്റ് എക്സ് റോട്ട് കറണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പ്രോപ്പർട്ടി സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതില് നമുക്ക് ഇവന്റ് ആട്രിബ്യൂട്ട് കിട്ടൂലോ. ഈ മൗസിന്ന് നമ്മൾ ക്ലൈന്റ് എക്സ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ഇപ്പൊ വൈ ആക്സിസ് നിൽക്കുന്ന വൈ ആക്സിസിന്റെ കോർഡിനേറ്റ് കിട്ടുന്നു. അതുപോലെ തന്നെ നമുക്ക് ഒരു വേരിയബിളും കൂടെ വേണം. അതായത് റെക്റ്റ് എന്ന് ആണ് ഞാൻ കൊടുക്കുന്നത്. നമ്മുടെ ഇപ്പൊ നമ്മൾ ആ ക്ലിക്ക് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റിന്റെ ലെഫ്റ്റും ടോപ്പും കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ വ്യൂ പോർട്ടിൽ നമ്മുടെ ബ്രൗസറിൽ ഇപ്പം നമ്മൾ ക്ലിക്ക് ചെയ്തിരിക്കുന്ന ആ നോട്ട് ഏതാണോ അതിന്റെ ലെഫ്റ്റും ടോപ്പും നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അതിന് നമ്മൾ ജാവാസ്ക്രിപ്റ്റിന്റെ ഒരു ഫംഗ്ഷൻ ഗെറ്റ് ബൗണ്ട് ക്ലൈന്റ് റിയാക്ട് നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ടാവും. ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ്. ഈ ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ലെഫ്റ്റിനെ ആക്സസ് ചെയ്യാം. ഞാൻ കോൺസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതേ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വൈനെയും ആക്സസ് ചെയ്യാം. വൈ ഡോട്ട് കറണ്ട്, അതായത് നമ്മൾ മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓഫ്സെറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ ക്ലിക്ക് ചെയ്തിരിക്കുന്ന ആ പൊസിഷനിൽ നിന്ന് അതിന്റെ ലെഫ്റ്റ് മൈനസ് ചെയ്യുക. അപ്പൊ കിട്ടുന്ന വാല്യൂ ആയിരിക്കുമല്ലോ ഓഫ്സെറ്റ്. അത് നമുക്ക് ആവശ്യമുണ്ട്. എഗെയിൻ ഇ ഡോട്ട് ക്ലൈന്റ് വൈന്ന് റെക്റ്റിന്റെ ടോപ്പ് മൈനസ് ചെയ്യാം. അപ്പൊ നമുക്ക് എക്സും വൈയും ഓഫ്സെറ്റ് കിട്ടി. അതുപോലെ തന്നെ കറണ്ട് എലമെന്റിന് കേട്ടോ ഞാൻ നോട്ടുന്നത്. അപ്പൊ എലമെന്റിന്ന് നമ്മൾ അതിന്റെ എലമെന്റിൽ നമ്മളെ ലെഫ്റ്റും ടോപ്പും ആക്സസ് ചെയ്തു. എന്നിട്ട് എക്സും വൈയും കോർഡിനേറ്റ് മൈനസ് ചെയ്ത് ഓഫ്സെറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് രണ്ട് ഇവൻ ലിസണേഴ്സിനെ ആഡ് ചെയ്യണം. അതായത് മൗസ് മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്യണം. അതുപോലെ തന്നെ മൗസ് അപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യണം. ഈ രണ്ട് ഇവൻ ലിസണേഴ്സിനെ നമുക്ക് ആഡ് ചെയ്യണം. അത് നിങ്ങൾക്ക് അറിയാലോ. ഇതൊക്കെ ജാവാസ്ക്രിപ്റ്റിന്റെ ബേസിക് ആയിട്ടുള്ള കോഡാണ് കേട്ടോ. ഡോക്യുമെന്റ് ഡോട്ട് ആഡ് ഇവൻ ലിസണർ. ഞാൻ ഫസ്റ്റ് പറഞ്ഞത് മൗസ് മൂവ് ആയിരുന്നു. മൗസ് മൂവ് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു കസ്റ്റം ഫംഗ്ഷനെ കോൾ ചെയ്യണം. ഹാൻഡിൽ മൗസ് മൂവ് എന്നാണ് ഞാൻ ഫംഗ്ഷൻ നെയിം കൊടുക്കുന്നത്. അതുപോലെ തന്നെ എഗെയിൻ ഒരെണ്ണം കൂടെ ഡോക്യുമെന്റ് ഡോട്ട് ആഡ് ഇവൻ ലിസണർ. ഇത് മൗസ് അപ്പാണ്. അതായത് മൗസ് റിലീസ് ചെയ്യുന്ന സമയത്ത് ഹാൻഡിൽ മൗസ് അപ്പ് എന്നാണ് ഫംഗ്ഷൻ നെയിം കൊടുക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ രണ്ട് ഫംഗ്ഷനെ ഇംപ്ലിമെന്റ് ചെയ്യുക. അതുപോലെ ഞാൻ ഇ ഡോട്ട് പ്രിവെന്റ് ഡിഫാൾട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ ഫസ്റ്റ് മൗസ് മൂവ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. മൗസ് മൂവ് ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂവ് ചെയ്യുമ്പം എക്സും വൈയും കോർഡിനേറ്റ് എവിടെയാണോ നിൽക്കുന്നത് അവിടുന്ന് ഈ എക്സിന്റെ ഓഫ്സെറ്റും അതുപോലെ തന്നെ വൈന്റെ ഓഫ്സെറ്റും നമ്മളിവിടെ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ടല്ലോ അതിനെ മൈനസ് ചെയ്തിട്ട് എലമെന്റിന്റെ ലെഫ്റ്റും ടോപ്പും, അതായത് നമ്മൾ മൗസ് മൂവ് ചെയ്യുമ്പോൾ ബേസിക്കലി എന്താ ചെയ്യേണ്ടത്, ആ എലമെന്റിന്റെ ലെഫ്റ്റും ടോപ്പും റീസെറ്റ് ചെയ്യണം അല്ലെ. ഇപ്പൊ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ഇനിഷ്യൽ ഓഫ്സെറ്റ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. മൂവ് ചെയ്തിരിക്കുന്ന എക്സും വൈയും കോർഡിനേറ്റ് ചെയ്യുന്ന ഈ ഓഫ്സെറ്റ് മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ എക്സും വൈയും കിട്ടും. അതിനെ എലമെന്റിന്റെ എക്സാക്ട് ടോപ്പും ലെഫ്റ്റുമായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. സോ ഫസ്റ്റ് ഞാന് ന്യൂ എക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എഗെയിൻ ഇതിന്റെ ആട്രിബ്യൂട്ട് മൗസിന്റെ ഇവന്റ് ആണല്ലോ വരിക. ഇവന്റിൽ നിന്ന് ക്ലൈന്റ് എക്സ് എടുക്കുന്നു, അതായത് കറണ്ട് എക്സ് ആക്സസ് വാല്യൂ എത്രയാണോ അത് ആക്സസ് ചെയ്യുന്നു. അതിൽ നിന്ന് ഓഫ്സെറ്റ് എക്സിന്റെ കറണ്ട് വാല്യൂവിനെ മൈനസ് ചെയ്യാം. സെയിം മെത്തേഡിൽ തന്നെ വൈയും ന്യൂ വൈ, അതായത് പുതിയ ടോപ്പ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇ ഡോട്ട് ക്ലൈന്റ് വൈന്ന് ഓഫ്സെറ്റിന്റെ കറണ്ട് വാല്യൂ എത്രയാണ്. അപ്പൊ നമ്മൾ ഓഫ്സെറ്റ് പുതിയ വൈ ആക്സസ് മൗസ് മൂവ് ചെയ്യുമ്പോൾ പുതിയ എക്സും വൈയും ആക്സസ് ചെയ്യുന്ന അതിന്റെ ഓഫ്സെറ്റ് മൈനസ് ചെയ്ത് കൊടുത്താൽ മതി.
ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ എലമെന്റിന്റെ നമ്മൾ ഓൾറെഡി ഒരു എലമെന്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, നോട്ട് എലമെന്റ് എന്ന് പറഞ്ഞ്. അതിന്റെ നമ്മൾ CSSന്റെ സ്റ്റൈൽ പ്രോപ്പർട്ടി ഇല്ലേ, അതിൽ നിന്ന് ടോപ്പും ലെഫ്റ്റും നമ്മൾ ജസ്റ്റ് റീഅസൈൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നോട്ട് എലമെന്റ് ഡോട്ട് സ്റ്റൈൽ ഡോട്ട് ലെഫ്റ്റ് ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യുക, ന്യൂ എക്സ് ആക്സിസിനെ സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ട് എലമെന്റിന്റെ സ്റ്റൈലിന് ടോപ്പിന്ന് ന്യൂ വൈനെയും സെറ്റ് ചെയ്യാം. മൗസ് മൂവ് ഇവന്റ് ഇത്രയേ ഉള്ളൂ. നമ്മൾ മൗസ് മൂവ് ചെയ്യുന്ന സമയത്ത് അതിന്റെ എക്സും വൈയും പൊസിഷൻ ചേഞ്ച് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി രണ്ടാമത്തെ ഫംഗ്ഷൻ മൗസ് അപ്പ് അല്ലെ. മൗസ് റിലീസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ എലമെന്റ് റീറെൻഡർ ചെയ്യണം. സോ ആ ഫംഗ്ഷനെയും കൂടെ എഗെയിൻ ആരോ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുവാണ്. ഒന്നുമില്ല, നമ്മൾ ആദ്യം ഈ രണ്ട് ഇവന്റ് ലിസ്റ്റണറിനെയും നമുക്ക് ഇനി ആവശ്യമില്ലല്ലോ, രണ്ടിനെയും ജസ്റ്റ് റിമൂവ് ചെയ്യുക. നമ്മൾ ഓൾറെഡി ഒരു ഫംഗ്ഷൻ ഇവിടേക്ക് പാസ് ചെയ്തിട്ടുണ്ട്, ഓൺ ഡ്രാഗ് എൻഡ് എന്ന് പറഞ്ഞിട്ട്. അവിടെ നമ്മൾ ഓൾറെഡി നമ്മുടെ നോട്ട് ബോർഡിൽ, അതായത് നോട്ട് ബോർഡിൽ ഇവിടെ ഒരു ഫംഗ്ഷൻ നമ്മൾ എഴുതിയിട്ടില്ലേ, ഹാൻഡിൽ ഡ്രാഗ് എൻഡ് എന്ന് പറഞ്ഞിട്ട്. ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുക. നമ്മുടെ സ്റ്റേറ്റ് പ്രോപ്പർട്ടി അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എലമെന്റ് റീറെൻഡർ ആയിക്കോളും. ഇവിടെ നമ്മൾ ജസ്റ്റ് എക്സും വൈയും പൊസിഷൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. റീറെൻഡർ ആവണമെങ്കിൽ നമ്മൾ ആ സ്റ്റേറ്റ് പ്രോപ്പർട്ടീനെ കോൾ ചെയ്യണം അല്ലെ. സോ ആദ്യം ഞാൻ ഡോക്യുമെന്റ് ഡോട്ട് റിമൂവ് ഇവന്റ് ലിസ്റ്റണറിനെ കോൾ ചെയ്തിട്ട് മൗസ് അപ്പിനെയും റിമൂവ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഡോക്യുമെന്റ് ഡോട്ട് റിമൂവ് ഇവന്റ് ലിസ്റ്റണർ ഓഫ് മൗസ് മൂവിനെ, രണ്ടിനെയും ഞാൻ റിമൂവ് ചെയ്തു. ഇനി അതിന്റെ ഫംഗ്ഷൻ നെയിമും കൂടെ പാസ് ചെയ്ത് കൊടുക്കുക, ഹാൻഡിൽ മൗസ് അപ്പ്, ഹാൻഡിൽ മൗസ് മൂവ്. ഫംഗ്ഷൻ പാസ് ചെയ്ത് കൊടുത്തു. ഫൈനലി നമ്മൾ എന്ത് ചെയ്യണം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഓൺ ഡ്രാഗ് ആൻഡ് ഫംഗ്ഷനെ കോൾ ചെയ്തിട്ട് ഐഡിയും അതിന്റെ കറണ്ട് ലെഫ്റ്റും ടോപ്പും പാസ് ചെയ്ത് കൊടുക്കുക. ഓൺ ഡ്രാഗ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഓൺ ഡ്രാഗ് എൻഡ് ഫംഗ്ഷൻ, ഓൺ ഡ്രാഗ് എൻഡ് ഫംഗ്ഷൻ. നമ്മൾ ഇവിടേക്ക് വന്നിരിക്കുന്ന നോട്ട് ഒബ്ജക്റ്റിന്റെ ഐഡി എത്രയാണോ അതും, അതുപോലെ തന്നെ നോട്ട് എലമെന്റിന്റെ സ്റ്റൈൽ പ്രോപ്പർട്ടിന്ന് അതിന്റെ ലെഫ്റ്റ് ആക്സസ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ട് എലമെന്റിന്റെ സ്റ്റൈൽ പ്രോപ്പർട്ടിന്ന് റൈറ്റും ആക്സസ് ചെയ്യാം, ടോപ്പും ആക്സസ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ വരും, അതിന്റെ റീറെൻഡറിങ് നടന്നോളൂ. അപ്പോൾ നമ്മുടെ ഫംഗ്ഷനാലിറ്റി എല്ലാം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫൈനലി ഉള്ളത് CSSന്റെ പോർഷൻ ആണ്. CSSന്റെ പോർഷൻ നമുക്ക് ആ ഡിവിഷനും അതുപോലെ തന്നെ മെയിൻ ഡിവിഷനും അതുപോലെ തന്നെ ആ ഒരു ചൈൽഡ് ഡിവിഷനും ആണ് സെറ്റ് ചെയ്യാനുള്ളത്. ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ CSSന്റെ കണ്ടന്റ് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. CSSന്റെ കണ്ടന്റ് ഭയങ്കര സിമ്പിൾ ആണ്. നമ്മൾ നോട്ട് ബോർഡിന്റെ സ്റ്റൈല്, അതായത് അതിന്റെ പൊസിഷനും ബാക്ക്ഗ്രൗണ്ടും, അതിന്റെ പൊസിഷനും വിഡ്ത്ത് ഹൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കളർ ഒരു ഗ്രേഡിയന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നോട്ടിന്റെ, അതായത് ആ ഓരോ സിംഗിൾ ഡിവിഷന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ വിഡ്ത്ത് ഹൈറ്റ് കഴ്സർ പോയിന്റ് പൊസിഷൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആക്റ്റീവ് ആവുമ്പം അതിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നോട്ട് ഐക്കന്റെ പൊസിഷനും നോട്ട് കണ്ടന്റിന്റെ പൊസിഷനും സെറ്റ് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ആണ്. ഇനി ഞാൻ ഓരോ CSS ക്ലാസ് അപ്ലൈ ചെയ്യുവാണ്. അപ്പൊ ഫസ്റ്റ് നമ്മുടെ മെയിൻ ബോർഡിന്റെ ക്ലാസ് അല്ലേ, അത് നോട്ട് ബോർഡ് എന്നല്ലേ, അത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മൾ നോട്ട് സെറ്റ് ചെയ്യണം. ഇതിന്റെ മെയിൻ ഡിവിഷനിൽ വരിക, ഫൈനൽ പ്രോപ്പർട്ടി ആയിട്ട് ക്ലാസ് നെയിം നോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഓരോ സ്പാനും, ഇപ്പൊ നോട്ട് ഐക്കൺ എന്നല്ലായിരുന്നു കൊടുത്തിരുന്നത്, അത് കൊടുക്കുക. അതുപോലെ നോട്ട് കണ്ടന്റ് സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ബ്രൗസറിൽ വന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ കൊടുത്തിരിക്കുന്ന നോട്ട്സ് വന്നിട്ടുണ്ട്. നമ്മൾ ഡ്രാഗ് വർക്ക് ആവുന്നില്ല, എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കൺസോളിൽ എറർ ഒന്നും കാണിക്കുന്നില്ല. നമ്മളിവിടെ ന്യൂ വൈ കാൽക്കുലേറ്റ് ചെയ്തില്ലേ, അപ്പൊ ഫംഗ്ഷൻ അത് സെലക്ട് ചെയ്തപ്പോൾ മാറിപ്പോയതാ. ക്ലൈന്റ് വൈക്ക് പകരം ആ ഒരു ഫംഗ്ഷൻ നെയിം ആയിപ്പോയി സെലക്ട് ചെയ്തത്. അതുപോലെ തന്നെ ഒരു കേസും കൂടി ഉണ്ട്, നമ്മളിവിടെ യൂണിറ്റ് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിക്സൽ ആഡ് ചെയ്ത് കൊടുക്കണ്ട, നമ്മൾ എക്സ് ആക്സസും വൈ ആക്സസും സെറ്റ് ചെയ്യുമ്പോൾ യൂണിറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ കണ്ടില്ലേ, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്തു.
നമ്മൾ വിട്ടുപോയ ഒരു കേസ് ഞാൻ പറയാം. നമ്മളിവിടെ യൂണിറ്റ് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഓഫ്സെറ്റ് കറന്റ് പൊസിഷനിൽ നിന്ന് ഓഫ്സെറ്റിനെ മൈനസ് ചെയ്തിട്ട് പിക്സലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണമായിരുന്നു. അതുപോലെ എനിക്ക് വന്ന ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വൈ ആക്സ് ക്ലൈൻ വൈക്ക് പകരം നമ്മൾ ഈ ഫംഗ്ഷനെയും ആയിപ്പോയി കൊടുത്തത്. അപ്പൊ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ട പോലെ നമ്മൾ ആ ഒരു ഡ്രാഗബിൾ നോട്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ നമ്മളവിടെ ബേസിക്സിന്റെ കൂടെ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ആണ് ഇത്. അതായത് വാട്ട് ഈസ് പ്രോപ്സ്, വാട്ട് ഈസ് ഹുക്സ് എന്നൊക്കെ ചോദിക്കുന്ന പോലെ തന്നെ ഒരു പ്രാക്ടിക്കൽ സെഷനിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളത് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഒക്കെ റെഫർ ചെയ്തവർക്ക് അറിയായിരിക്കും അല്ലെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ കോഡ് ഞാൻ ഗിറ്റ് റിപ്പോസിറ്ററിയിൽ ആഡ് ചെയ്യാം, എന്നിട്ട് ലിങ്ക് ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. താങ്ക്